എല്ലാവർക്കും നമസ്കാരം. 2026 ജനുവരി 1 മുതൽ 5 തീയതി വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ വേൾഡിലും കേരളത്തിലും ഇന്ത്യയിലും നടന്ന കറണ്ട് അഫയേഴ്സുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. 2026 ജനുവരി 1 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെ സ്മാർട്ട് ഓൺലൈൻ സംവിധാനം വഴി ഏറ്റവും കൂടുതൽ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ച ജില്ലകളുടെ പട്ടികയിൽ മലപ്പുറം ഒന്നാം സ്ഥാനത്തെത്തി. പ്രശസ്ത നാദസ്വര കലാകാരനായ തിരുവിഴ ജയശങ്കർ 2026 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായി. കാലിക്കറ്റ് സർവകലാശാല VC പുതിയ നിയമനം നടക്കുകയുണ്ടായി. കാലിക്കറ്റ് സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറായി ഡോക്ടർ പി രവീന്ദ്രൻ ജനുവരിയിൽ ചുമതലയേറ്റു. കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ബസ്സുകൾ സർവീസ് നടത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമായി മാറാൻ ഒരുങ്ങുന്നു. എയർ മാർഷൽ നർദേംഷോർ തിവാരി 2026 ജനുവരി 1 ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ വൈസ് ചീഫായി ചുമതലയേറ്റു. അമേരിക്കയിലെ പ്രമുഖ നഗരമായ ന്യൂയോർക്കിന്റെ മേയറായി ഇന്ത്യൻ വംശജനായ സൊഹ്രാൻ മംദാനി ജനുവരി 1 ചുമതലയേറ്റു. ഇന്ത്യയിൽ ആദ്യമായി നിർമ്മിച്ച ഹൈഡ്രജൻ ട്രെയിനായ നമോ ഗ്രീൻ ട്രെയിൻ ജനുവരിയിൽ ആദ്യ പരീക്ഷണോട്ടം നടത്താൻ തീരുമാനിച്ചു. 2026 ജനുവരിയിൽ നടന്ന രണ്ടാമത് ആഗോള ബുദ്ധമത ഉച്ചകോടിക്ക് വേദിയായത് ന്യൂഡൽഹിയാണ്. 2026 ആണ്ടിലെ പുതുവർഷത്തെ ലോകത്തെ ഏറ്റവും ആദ്യമായി സ്വാഗതം ചെയ്തത് പസഫിക് ദ്വീപരാഷ്ട്രമായ കിരിബാത്തി ആണ്. പ്രമുഖ സോഷ്യൽ മീഡിയ മാധ്യമമായ മെറ്റയുടെ പുതിയ പ്രസിഡന്റും വൈസ് ചെയർമാനുമായി ദിന മക്നോമിക് നിയമിതനായി. ദിന പവൽ മക്കോർമിക് നിയമിതയായി. 2026 ജനുവരി 2 പ്രധാന സംഭവങ്ങൾ. 2026 ജനുവരി 2 സാമൂഹ്യ പരിഷ്കർത്താവും NSS സ്ഥാപകനുമായ മന്നത്ത് പത്മനാഭന്റെ 149ാം ജയന്തി കേരളം ആഘോഷിച്ചു. നമുക്കറിയാം, ഇത് സംസ്ഥാനത്ത് പൊതു അവധിയാണ്. 2026 ജനുവരി 2 മമത വർമ്മ ദൂരദർശൻ ന്യൂസിന്റെ പുതിയ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റു. ഗോവയിൽ മൂന്നാമത് ഒരു ജില്ല കൂടി രൂപീകരിക്കാൻ പ്രഖ്യാപനമുണ്ടായി. ഗോവയിലൂടെ ഒഴുകുന്ന പുരാതന നദിയുടെ പേരായ കുശവതി എന്നാണ് ഈ പുതിയ ജില്ലയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ക്യൂപേം ആണ് ഇതിന്റെ ആസ്ഥാനം. 2026 ജനുവരി 2 റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി കരാറിന്റെ ഭാഗമായി തടവുകാരുടെയും ആണവ നിലയങ്ങളുടെയും വിവരങ്ങൾ പരസ്പരം കൈമാറി. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിലെ ആദ്യ മുസ്ലിം ടെസ്റ്റ് ക്രിക്കറ്ററായ പ്രശസ്ത ഓപ്പണർ ഉസ്മാൻ ഖവാജ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. ചൈന തങ്ങളുടെ നാവികസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുന്നതിനായി ലൗഡി എന്ന പേരിൽ പുതിയ മിസൈൽ ഡിസ്ട്രോയർ യുദ്ധക്കപ്പൽ കമ്മീഷൻ ചെയ്തു. ആമസോൺ വനങ്ങളിൽ സ്വിംഗ്ലെസ് ബീസിന് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ഭാഗമായി ലോകത്ത് ആദ്യമായി നിയമപരമായ അവകാശങ്ങൾ നൽകിയ രാജ്യം പെറുവാണ്. കാരണം വെച്ചാൽ കീടങ്ങൾക്ക് നിയമപരമായ അവകാശം നൽകിയ രാജ്യം പെറുവാണ്. ജനുവരി 3 കേരള ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാന രജിസ്ട്രേഷൻ വകുപ്പ് സംഘടിപ്പിച്ച സംസ്ഥാന രജിസ്ട്രേഷൻ ദിനാചരണത്തിന് വേദിയായത് കണ്ണൂരിലെ അഞ്ചരക്കണ്ടിയാണ്. കാരണം വെച്ചാൽ പൊതുജനങ്ങൾക്ക് വകുപ്പിന്റെ സേവനങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ലക്ഷ്യം. കേരളത്തിൽ ആദ്യമായി നടക്കുന്ന ദേശീയ സരസ് മേളയ്ക്ക് വേദിയാവുന്നത് പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയാണ്. ഗ്രാമീണ മേഖലയിലെ വനിതാ സ്വയം സഹായ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിപണി കണ്ടെത്തുകയാണ് ഇതിന്റെ ലക്ഷ്യം. കേരളത്തിലെ കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിക്കുന്ന പോഷകാഹാര ഉൽപ്പന്നമായ അമൃത ന്യൂട്രിമിക്സ് ലക്ഷദ്വീപ്
കേന്ദ്രഭരണ പ്രദേശത്ത് കുട്ടികൾക്കും ഗർഭിണികൾക്കും വിതരണം ചെയ്യാൻ തുടങ്ങി. കേരളത്തിലെ മതിൽകെട്ടാൻ ദേശീയോദ്യാനത്തിലെ ഫ്ലാഗ്ഷിപ്പ് ഇനവും പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്നതുമായ അപൂർവ ഇനം ഗാലക്സി തവളകൾ. പരിസ്ഥിതി വ്യതിയാനം മൂലം വംശനാശന ഭീഷണി നേരിടുന്നതായി റിപ്പോർട്ടുകൾ വന്നു. 127 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ തിരിച്ചെത്തിയ ഭഗവാൻ ബുദ്ധന്റെ പവിത്രമായ പിപ്രാഹ തിരുശേഷിപ്പുകളുടെ ഗ്രാൻഡ് ഇൻട്രഷൻ എക്സിബിഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്തു. തങ്ങളുടെ സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കായി ഇന്ത്യയിൽ ആദ്യമായി 8ാമത് ശമ്പള കമ്മീഷൻ രൂപീകരിച്ച സംസ്ഥാനമായി ആസാം മാറി. അന്തരിച്ച പ്രമുഖ വ്യവസായി രത്തൻ ടാറ്റയോടുള്ള ആദരസൂചകമായി എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ ബോയിംഗ് 737-8 വിമാനത്തിന് VT-RND എന്ന് പേരിട്ടു. 737-8 വിമാനത്തിന് VT-RND എന്ന് പേരിട്ടു. രത്തൻ ടാറ്റയോടുള്ള ആദരസൂചകമായിട്ടാണ്. ഇതിൽ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിൽ സർവീസ് ആരംഭിക്കാൻ റെയിൽവേ തീരുമാനിച്ചു. ഗുവാഹത്തി കൊൽക്കത്ത റൂട്ടിൽ സർവീസ് ആദ്യ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനാണ്. രശ്മി ശുക്ല വിരമിച്ചതിനെ തുടർന്ന് 1990 ബാച്ച് IPS ഓഫീസറായ സദാനന്ദ് വസന്ത് ദാത്തെ മഹാരാഷ്ട്ര പുതിയ ജനറൽ ഓഫ് പോലീസ് DGP ആയി ചുമതലയേറ്റു. ആഗോള ഉപരോധങ്ങൾ രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് വിശകലനം ചെയ്യുന്ന RBI മുൻ ഗവർണർ ഊർജിത് പട്ടേൽ രചിച്ച പുതിയ പുസ്തകം പുറത്തിറങ്ങി. എന്നുവെച്ചാൽ ദ ഗ്രേറ്റ് സാങ്ഷൻസ് ഹാക്ക് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഗ്രേറ്റ് സാങ്ഷൻ ഹാക്ക് എന്നാണ് ഊർജിത് പട്ടേൽ രചിച്ച പുതിയ പുസ്തകം. 2026 പുതുവർഷ ആരംഭത്തിൽ അമേരിക്കയിൽ കനത്ത നാശനഷ്ടവും മഞ്ഞുവീഴ്ച ഉണ്ടാക്കി ശക്തമായ ശീത കൊടുങ്കാറ്റാണ് അമേരിക്ക എസ്ര. ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന്റെ പ്രാധാന്യം ഓർമ്മിച്ചുകൊണ്ട് ജനുവരി 3 ആഗോള മൈൻഡ് ബോഡി വെൽനസ് ദിനമായി ആചരിച്ചു. ജനുവരി 3. അടുത്ത ജനുവരി 4 പ്രധാന സംഭവങ്ങൾ. ജനുവരി 4 ലോക ബ്രെയിലി ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കാഴ്ച പരിമിതരായ കുട്ടികൾക്കായി കേരള സാമൂഹ്യ നീതി വകുപ്പ് പ്രത്യേക ടീച്ചർ ബ്രെയിലി ലൈബ്രറി പദ്ധതി വിപുലീകരിച്ചു. അത് 2026 ജനുവരി 4 ലോക ബ്രെയിലി ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. കേരള സ്പോർട്സ് കൗൺസിലിന്റെ ഏറ്റവും മികച്ച കായിക താരത്തിന് പുരസ്കാരത്തിനായുള്ള പ്രാഥമിക നാമനിർദ്ദേശ പട്ടിക പുറത്തുവിട്ടു. ജനുവരി ആദ്യവാരത്തിൽ പശ്ചിമഘട്ട മേഖലകളിൽ നടക്കുന്ന പക്ഷി സർവേയിൽ പരിസ്ഥിതി വ്യതിയാനം കാരണം വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ വന്നു. 111ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് സമ്മേളനത്തിന് മുന്നോടിയായിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക ചർച്ചകൾക്ക് തുടക്കമായി. ശാസ്ത്ര പുരോഗതിയും സുസ്ഥിര വികസനവുമാണ് ഈ വർഷത്തെ പ്രധാന വിഷയം. കേന്ദ്ര നഗരവികസന മന്ത്രാലയം പുറത്തുവിട്ട ഏറ്റവും പുതിയ സ്മാർട്ട് സിറ്റി ഇൻഡെക്സ് റിപ്പോർട്ടിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിലും ഡിജിറ്റൈസേഷനും ഇൻഡോർ, സൂററ്റ് എന്നീ നഗരങ്ങൾ മുൻപന്തിയിൽ തുടർന്നു. സ്മാർട്ട് സിറ്റി റാങ്കിങ്ങില് ഇൻഡോർ, സൂററ്റ് എന്നീ നഗരങ്ങൾ മുൻപന്തിയിലാണ് തുടർന്നത്. സൈബർ ദൂത്. രാജ്യത്ത് വർദ്ധിച്ചുവരുന്ന സൈബർ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തടയുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സൈബർ ദൂത് എന്ന പേരിൽ പുതിയ ഒരു ഹെൽപ്പ് ലൈനും ബോധവൽക്കരണ ക്യാമ്പയിനും ശക്തമാക്കി. അന്ധരായ ആളുകൾക്ക് എഴുതാനും വായിക്കാനും സഹായിക്കുന്ന ബ്രെയിലി ലിപി കണ്ടുപിടിച്ച ലൂയിസ് ബ്രെയിലിന്റെ ജന്മദിനമായ ജനുവരി 4 ലോക ബ്രെയിലി ദിനമായി ആചരിച്ചു. അന്താരാഷ്ട്ര നാണയനിധി IMF പുറത്തുവിട്ട ഏറ്റവും പുതിയ ജനുവരി റിപ്പോർട്ട് പ്രകാരം 2026 ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ തുടരുമെന്ന് പ്രവചിച്ചു. പ്രമുഖ സ്വകാര്യ ബഹിരാകാശ ഏജൻസിയായ സ്പേസ് എക്സ് തങ്ങളുടെ പുതിയ വാണിജ്യ ബഹിരാകാശ യാത്രകളുടെ കലണ്ടർ ജനുവരി ആദ്യവാരം പുറത്തുവിട്ടു. ഇനി അടുത്ത ജനുവരി 5 പ്രധാന സംഭവവികാസങ്ങൾ കറണ്ട് അഫയേഴ്സുകളാണ്. മേഘാലയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് സൗമൻ സെൻ
കേരള ഹൈക്കോടതിയുടെ പുതിയ ചീഫ് ജസ്റ്റിസായി നിയമിതനായി. ഇടുക്കിയിലെ മതിൽകെട്ടാൻ ചോല ദേശീയോദ്യാനത്തിൽ കാണപ്പെടുന്നതും രാത്രികാലങ്ങളിൽ തിളങ്ങുന്നതുമായ അപൂർവയിനം ഗാലക്സി തവളകളുടെ ജനസംഖ്യയിൽ വലിയ കുറവ് രേഖപ്പെടുത്തുന്നതായി റിപ്പോർട്ടുകൾ വന്നു. ഇവ പശ്ചിമഘട്ടത്തിലെ തദ്ദേശീയ ഇനമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അരി ഉൽപാദകർ. ചൈനയെ മറികടന്ന് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായി മാറി. ഇന്ത്യയുടെ ഉൽപാദനം 150.18 മില്യൺ ടണ്ണിലെത്തി. പ്രധാനമന്ത്രി ആവാസ് യോജന 10 വിജയകരമായി നടപ്പിലാക്കിക്കൊണ്ട് ഗുജറാത്തിലെ സൂററ്റ് ഇന്ത്യയിലെ ആദ്യത്തെ ചേരിരഹിത നഗരമായി പ്രഖ്യാപിക്കപ്പെട്ടു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾ ട്രാക്ക് ചെയ്യുന്നതിനും സുരക്ഷിതമായി പുനരുപയോഗിക്കുന്നതിനുമായി കേന്ദ്ര ഗതാഗത മന്ത്രാലയം 21 അക്കമുള്ള ബാറ്ററി പാക്ക് ആധാർ നമ്പർ സംവിധാനം പ്രഖ്യാപിച്ചു. ഗുജറാത്തിലെ പ്രശസ്തമായ സോമനാഥ ക്ഷേത്രത്തിന് നേരെ ക്രിസ്തുവർഷം 1026 മഹ്മൂദ് ഗസ്നി നടത്തിയ ആദ്യ ആക്രമണത്തിന്റെ 1000ാമത്തെ വാർഷികം പ്രമാണിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരണ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു. ഡൽഹി സർക്കാർ പേവിഷബാധയെ എപ്പിഡമിക് ഡിസീസ് ആക്ട് പ്രകാരം നോട്ടിഫയബിൾ ഡിസീസ് ആയി പ്രഖ്യാപിച്ചു. എന്നുവെച്ചാൽ രോഗവിവരം നിർബന്ധമായ അധികൃതരെ അറിയിക്കേണ്ട രോഗം. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൗഹാൻ ആൻഡമാൻ നിക്കോബാറിലെ കാർ നിക്കോബാർ ദ്വീപിലെ പുതിയ നാവിക താവളം ഉദ്ഘാടനം ചെയ്തു. ജനറൽ അനിൽ ചൗഹാൻ സ്ട്രീറ്റ് ഓഫ് മലാക്ക നിരീക്ഷിക്കാൻ ഇത് സഹായിക്കും. ഡിജിറ്റൽ നിക്ഷേപങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി തുർക്ക്മെനിസ്ഥാൻ രാജ്യത്ത് ക്രിപ്റ്റോ കറൻസി മൈനിങ്ങും എക്സ്ചേഞ്ചിങ്ങും നിയമവിധേയമാക്കി. യൂറോപ്യൻ രാജ്യമായ ബൾഗേറിയ ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയന്റെ പൊതു കറൻസിയായ യൂറോ സ്വീകരിക്കുകയും യൂറോസോണിൽ അംഗമാകുകയും ചെയ്തു. 2026 52ാമത് G7 ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഫ്രാൻസ് ആണ്. വേദി എവിയാൻ. സ്പേസ് എക്സ് കമ്പനി ഇറ്റലിയുടെ 2ാം തലമുറ പ്രതിരോധ സിവിൽ നിരീക്ഷണ ഉപഗ്രഹമായ കോസ്മോസ് സ്കൈമഡ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. താങ്ക് യു. ഇത്രയൊക്കെയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സുകൾ 1-ാം തീയതി മുതലുള്ളത്. ഇനി ബാക്കിയുള്ള കറണ്ട് അഫയേഴ്സുകൾ ഉടൻ തന്നെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.